1 തെസ്സലോനിക്കർ 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം, ഞങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. ഈ തെസ്സലോനിക്ക ലേഖനം ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് നമുക്ക് ദീർഘമായി പഠിക്കാനുള്ള സന്ദർഭമില്ല. ഈ ഒരു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ദൈവസഭയുടെ, തെസ്സലോനിക്ക സഭയുടെ ഐഡൻറ്റിറ്റി അവിടെ കൃത്യമായിട്ട് പറയുകയാണ്. 1, യു ആർ ലവ്ഡ് ബൈ ഗാഡ്. നിങ്ങൾ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ്. 2, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. യു ആർ ലവ്ഡ് ബൈ ഗാഡ് ആൻഡ് യു ആർ ചോസൻ ബൈ ഗാഡ്. ഇത് തെസ്സലോനിക്കയിലെ ദൈവസഭയ്ക്ക് മാത്രമല്ല, നമുക്കെല്ലാവർക്കും ഒരുപോലെ പ്രസക്തമായ, ബാധകമായ നമ്മുടെ ഐഡൻറ്റിറ്റി അതാണ്. ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന്, നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്. നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പേ തന്നെ ദൈവം നമ്മുടെ ഭാഗത്ത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ചെയ്യാനുള്ളത് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. അതിലേറ്റവും പ്രധാനപ്പെട്ട 2 കാര്യമാണ്. 1, അവിടുന്ന് നമ്മളെ സ്നേഹിച്ചു. 2, അവിടുന്ന് നമ്മളെ തിരഞ്ഞെടുത്തു. ഇതിനകത്ത് 2-നകത്തും നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്തതല്ല. ശരിക്കും പറഞ്ഞാൽ സ്നേഹിച്ചതുപോലും നമ്മളല്ല കർത്താവിനെ ആദ്യം സ്നേഹിച്ചത്. കർത്താവ് നമ്മളെയാണ് സ്നേഹിച്ചത്. ആ സ്നേഹത്തോടുള്ള നമ്മുടെ പ്രതികരണം മാത്രമാണ് നമ്മുടെ സ്നേഹം. അല്ലാതെ നമ്മൾ സ്നേഹിച്ചപ്പോൾ ദൈവം നമ്മളെ സ്നേഹിക്കുകയല്ല. മറ്റെല്ലാ മതങ്ങളിലുമുള്ള ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ആരാധകൻ ആരാധിക്കുമ്പോൾ ആരാധകൻ്റെ ഇടപെടലിനനുസരിച്ച് സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരു ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പമാണ്. ദൈവസങ്കല്പങ്ങളാണ്, അല്ലാതെ മറ്റൊന്നുമല്ല അവർക്കുള്ളത്. അപ്പോൾ അവിടെ ഇനീഷ്യേറ്റ് ചെയ്യേണ്ടത് ആരാണ്? ആരാധിക്കുന്നവനാണ്. അല്ലെങ്കിൽ നമ്മൾ വ്യക്തികൾ, മനുഷ്യർ ഇനീഷ്യേറ്റ് ചെയ്യുന്നതനുസരിച്ച് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നവനായ ഒരു ദൈവം. എന്നാൽ നമ്മുടെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. ദൈവം പറയാണ്, ഞാൻ ഓൾറെഡി ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞു, ഇനി നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. മറ്റു മതങ്ങളിൽ മനുഷ്യൻ ഇനീഷ്യേറ്റ് ചെയ്ത് ആദ്യം പ്രവർത്തിക്കേണ്ടത് മനുഷ്യനാണ്. ദൈവം, അവരുടെ ദൈവം, അവർ ദൈവം എന്ന് വിളിക്കുന്ന അത്, ആ ദൈവങ്ങൾ പിന്നീട് ഇങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യുകയാണ്. ശരിയല്ലേ ഞാൻ പറയുന്നത്? അതാണല്ലോ അവിടെ സംഭവിക്കുന്നത്. എന്നാൽ നമ്മുടെ കാര്യത്തിൽ അങ്ങനെയല്ല. നമ്മുടെ ദൈവം ഓൾറെഡി പ്രവർത്തിച്ചു. എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? റെസ്പോണ്ട് ചെയ്യണം. നമ്മൾ അതിനോട് പ്രതികരിക്കണം. പ്രതികരണം നമ്മുടെ ഭാഗത്ത് നിന്ന്. ഇനീഷ്യേറ്റ് ചെയ്യുന്നത് മുഴുവൻ ദൈവം, പ്രതികരണം നമ്മുടെ ഭാഗത്ത് നിന്ന്. അത്രയും നമുക്ക് പറ്റുകയുള്ളൂ. വേറെ ഒന്നും പറ്റത്തില്ല. വേറെ ഒന്നും പറ്റുകയില്ല. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ആദ്യം ഉണ്ടായത് വിശ്വാസമാണോ കൃപയാണോ? കൃപയാ. മനസ്സിലാക്കണം. കൃപ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന്, വിശ്വാസം നമ്മുടെ ഭാഗത്ത് നിന്ന്. കൃപയാലല്ലോ വിശ്വാസം മൂലം നമ്മൾ രക്ഷിക്കപ്പെട്ടത്. അപ്പോൾ നമ്മുടെ രക്ഷണ്യ പ്രവൃത്തി ഇനീഷ്യേറ്റ് ചെയ്തത് ആരാ? നമ്മളല്ല. ഇനീഷ്യേറ്റ് ചെയ്തത് ദൈവമാണ്. നമ്മൾ അതിനോട് പ്രതികരിക്കുന്നത് മാത്രമേ ഉള്ളൂ. കൃപയോട് വിശ്വാസം കൊണ്ട് പ്രതികരിക്കുമ്പോഴാണ് രക്ഷ പൂർണ്ണമാകുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ എനിക്കറിയാം. അതിനോ ഒന്ന് ശ്രദ്ധിക്കുക. കൃപയാണ് ആദ്യത്തേത്, വിശ്വാസമല്ല. പലപ്പോഴും ആളുകളെ വിശ്വാസത്തിൻ്റെ അപ്പോസ്തലൻ എന്നൊക്കെ പറഞ്ഞേ വിശ്വാസത്തിൻ്റെ ഇത്. പക്ഷേ വിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യന് ദൈവത്തോടുള്ള, ദൈവത്തിൻ്റെ കൃപയോടുള്ള ഒരു പ്രതികരണം മാത്രമാണെന്ന് അറിയുമ്പോൾ നമ്മൾ
എപ്പോഴും എംഫസൈസ് ചെയ്യുന്നതും നമ്മളെ ത്രസിപ്പിക്കുന്നതും ദൈവത്തിൻ്റെ കൃപയായിരിക്കും. കൃപ. ഇവിടെ ദൈവം നമ്മളെ സ്നേഹിച്ചു, പിന്നെന്ത് ചെയ്തു? നമ്മളെ തിരഞ്ഞെടുത്തു. ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ ഒരൊറ്റ വാക്യം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതങ്ങ് വിശാലമായിട്ട് പോയാൽ നമുക്ക് ഇവിടെ നിൽക്കത്തൊന്നുമില്ല. അതുകൊണ്ട് ഈ ഒരൊറ്റ വാക്യത്തിൽ ഈ 2 കാര്യങ്ങൾ മാത്രം ഒന്ന് പെട്ടെന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വി ആർ ലവ്ഡ് ബൈ ഗോഡ്. നമ്മൾ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, ലവ്ഡ് ബൈ ഗാഡ് ആൻഡ് ചോസൻ ബൈ ഗാഡ്. ഈ 2 കാര്യങ്ങൾ മാത്രമേ ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ള സമയമുള്ളൂ. ദൈവത്താൽ നമ്മൾ സ്നേഹിക്കപ്പെട്ടു. ഈ സ്നേഹത്തിൻ്റെ പ്രത്യേകത, നമ്മൾ ഹ്യൂമൻ വേയിൽ കാണുന്ന ഒരു സ്നേഹമേ അതിൻ്റെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്തതുപോലെ, മാനുഷികമായി നമുക്ക് കൺസീവ് ചെയ്യാവുന്നതിനേക്കാൾ, നമുക്ക് സ്വപ്നം കാണാൻ കഴിയുന്നതിനേക്കാൾ, നമുക്ക് ഭാവനയിൽ കാണാൻ കഴിയുന്നതിനേക്കാൾ വലിപ്പമുള്ള ഒരു സ്നേഹം കൊണ്ടാണ് ദൈവം നമ്മളെ സ്നേഹിച്ചത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം ദൈവ സ്നേഹത്തെക്കുറിച്ച് പറയുന്നതായ വേദഭാഗങ്ങളുണ്ട്. കർത്താവ് തന്നെ പറയുന്ന ഒരു കാര്യം, യിരെമ്യാവിൻ്റെ പ്രവചനം അതിൻ്റെ 31-ാം അധ്യായത്തിൽ നമ്മളോടുള്ള സ്നേഹത്തെക്കുറിച്ച് അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ, യിരെമ്യാവിൻ്റെ പ്രവചനം 31-ന്റെ 3-ാമത്തെ വാക്യത്തിൽ, യഹോവ ദൂരത്ത് നിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുളി ചെയ്തത്, നിത്യ സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. എവർലാസ്റ്റിംഗ് ലവ്. നിത്യ സ്നേഹം കൊണ്ട്. ഈ നിത്യ എന്ന വാക്കിന് പല അർത്ഥം അവിടെയുണ്ട്. അതിനകത്ത് 1-ാമത്തെ അർത്ഥം, അതിന് തുടക്കവും ഒടുക്കവും ഒന്നുമില്ല. അതായത് ദൈവം നമ്മളെ സ്നേഹിക്കാതിരുന്ന ഒരവസ്ഥയില്ല. മറ്റ് നമ്മളൊക്കെ ആരെയെങ്കിലുമൊക്കെ സ്നേഹിക്കുന്നതിനൊരു തുടക്കമുണ്ട്. എനിക്ക് ആ വ്യക്തിയോട് അന്നേരം മുതൽ എനിക്ക് അങ്ങ് സ്നേഹം വന്നെന്ന് നമ്മൾ പറയും, ഇല്ലേ? അന്നേരം മുതൽ എന്തെങ്കിലും ഒരു പ്രത്യേകമായ കാര്യം, അവളുടെ ഇടപെടലും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ആ സഹോദരൻ്റെ ആ നമ്മളോടുള്ള ഇടപെടലും കരുതലും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് അങ്ങ് സ്നേഹം വന്നു. അപ്പോൾ സ്നേഹത്തിന് എന്തുണ്ട്? ഒരു തുടക്കമുണ്ട്. പക്ഷെ ദൈവം പറയാണ്, ഞാൻ നിന്നെ സ്നേഹിച്ചത് ഇടയ്ക്കൊരു പോയിന്റ് തൊട്ടല്ല. എപ്പോ തൊട്ട് സ്നേഹിച്ചു? നിത്യമായി, നിത്യസ്നേഹത്താൽ. അവിടെ എഴുതിയിരിക്കുന്നതാണ്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. നിത്യസ്നേഹം. അതിന് എന്ന് തുടങ്ങിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം അങ്ങനെ സ്നേഹിക്കാതിരുന്ന ഒരവസ്ഥ ഇല്ല. ദൈവം നമ്മളെ സ്നേഹിക്കാതിരുന്ന ഒരു കാലഘട്ടമില്ല. ഇനി തിരിച്ചുകൊണ്ട്, ഈ എവർലാസ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് തുടക്കം നമുക്ക് ഒരു പോയിന്റിൽ കൊണ്ടുവെക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നത് പോലെ അതിനൊരു ഒടുക്കവും കൊണ്ടുവെക്കാൻ പറ്റത്തില്ല. എന്ന് വരെ ദൈവം നമ്മളെ സ്നേഹിക്കുമെന്ന് ചോദിച്ചാൽ അതിനും പറയാൻ കഴിയുന്ന എന്താ? നിത്യത, നിത്യസ്നേഹമാണ്. നമ്മളെ സ്നേഹിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയേ ഇല്ലാത്തതുപോലെ. അതാണ് ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത. അങ്ങനെ ഒരു സ്നേഹം കൊണ്ടാണ് കർത്താവ് നമ്മളെ സ്നേഹിച്ചത്. വി ആർ ലവ്ഡ് ബൈ ഗോഡ് വിത്ത് ആൻ എവർലാസ്റ്റിംഗ് ലവ്. എവർലാസ്റ്റിംഗ്, നിത്യമായി, നിരന്തരമായിട്ട് സ്നേഹിച്ചുകൊണ്ടിരുന്നു. ഗ്യാപ്പില്ലാത്ത സ്നേഹം. നമ്മുടെ പ്രതികരണങ്ങൾ കൊണ്ടുപോലും അവൻ്റെ സ്നേഹത്തിന് വ്യതിയാനം ഉണ്ടാകുന്നില്ല. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ യോഹന്നാൻ എഴുതുന്നതായ ഒരു പ്രധാനപ്പെട്ട കാര്യം, പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. സ്നേഹിച്ചവരെ അവസാനത്തോളം എന്ത് ചെയ്തു? സ്നേഹിച്ചു. ആ സ്നേഹത്തിന് ഒരു വ്യത്യാസമുണ്ടായില്ല. കർത്താവ് ആരെയൊക്കെ സ്നേഹിച്ചു എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. കർത്താവ് യോഹന്നാൻ എഴുതുമ്പോഴല്ല യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് എഴുതാറുണ്ട്.
അപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ട്, യേശു സ്നേഹിച്ചത് യോഹന്നാനെ മാത്രമാണ്. യോഹന്നാൻ മാറോട് ചാരിയിരുന്നെന്നൊക്കെ പറയുന്നത് ശരിയാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, യോഹന്നാനെ മാത്രമേ കർത്താവ് സ്നേഹിച്ചുള്ളൂ? അല്ല, യേശു എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചു. പിന്നെ ആ സ്നേഹം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് യോഹന്നാനാണെന്നുള്ളതേ ഉള്ളൂ. ഒരുപക്ഷെ യോഹന്നാനായിരിക്കും യേശുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്. അത് റെസ്പോണ്ട് ചെയ്യുകയാണ് ദൈവത്തിൻ്റെ സ്നേഹത്തോട്, യേശുവിൻ്റെ സ്നേഹത്തോട് യോഹന്നാൻ പ്രതികരിക്കുന്നെന്നുള്ളതേ ഉള്ളൂ. ദൈവത്തിൻ്റെ സ്നേഹം ഒരുപോലെയാണ് എല്ലാവരോടും. ഞാൻ ഉദാഹരണമായിട്ട് പറയാറുണ്ട്, ഈ വെയിലത്തോട്ട് നമ്മൾ ഒരു ടിൻ ഷീറ്റും ഒരു പ്ലൈവുഡും കൂടെ കൊണ്ടിടുക. ഒരേ ചൂടിൽ ഇത് രണ്ടും കിടക്കട്ടെ. ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ട്, നമ്മൾ 5 മണിക്കൂറൊന്നും വേണ്ട, നമ്മൾ ഇതിനെ രണ്ടിനെയും തൊട്ട് നോക്കിയാൽ രണ്ടിൻ്റെയും ചൂട് ഒരുപോലെ ആയിരിക്കുമോ? അല്ല. പ്ലൈവുഡിന് ചൂട് കാണും, പക്ഷേ ടിൻ ഷീറ്റ് തൊടാൻ പോലും പറ്റത്തില്ല, അതുപോലെ ചൂട്. പക്ഷെ എൻ്റെ ചോദ്യം, ടിൻ ഷീറ്റിൽ പതിച്ച സൂര്യപ്രകാശവും പ്ലൈവുഡിൽ പതിച്ച സൂര്യപ്രകാശവും രണ്ടായിരുന്നോ? അല്ല, ഒന്ന് തന്നെയാണ്. പക്ഷേ ആ സൂര്യൻ്റെ പ്രകാശത്തെ, ചൂടിനെ ഏറ്റവും കൂടുതൽ ആഗിരണം ചെയ്തത് ടിൻ ഷീറ്റാണ്. ഇതുപോലെ യേശു താൻ സ്നേഹിച്ചവരെ അവസാനത്തോളം സ്നേഹിച്ചു. പക്ഷേ ആ യേശുവിൻ്റെ സ്നേഹത്തെ ഏറ്റവും കൂടുതൽ ആഗിരണം ചെയ്തത് ആരായിരുന്നു? യോഹന്നാനായിരുന്നു. അതുകൊണ്ട് അവൻ പറയുക, എന്നെയാണ് ഏറ്റവും കൂടുതൽ യേശു സ്നേഹിച്ചത്. ചിലപ്പോൾ ഈ പിള്ളേരൊക്കെ വഴക്കുണ്ടാക്കുന്നുണ്ടല്ലേ, ആ പപ്പ എന്നെയാ കൂടുതൽ സ്നേഹിക്കുന്നത്, അല്ല എന്നെയാ എന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടത്തിയും അനിയത്തിയും തമ്മിലൊക്കെ ചിലപ്പോൾ വഴക്കുണ്ടാക്കും. എന്നാൽ അപ്പനെ രണ്ടുപേരോടും സ്നേഹം ഒരുപോലെ. പക്ഷേ കുഞ്ഞുങ്ങൾ ആ സ്നേഹം അങ്ങ് ആഗിരണം ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് തോന്നുന്നത് എന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെന്നാണ്. ഇതുപോലെ യേശു തൻ്റെ ശിഷ്യന്മാരെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചു, ഇൻക്ലൂഡിങ് ജൂഡാസ്. യൂദാസിനെയും സ്നേഹിച്ചു. ആരെ സ്നേഹിച്ചതുപോലെ? എൻ്റെ ചിന്ത, യോഹന്നാനെ സ്നേഹിച്ചതുപോലെയൊക്കെ യൂദാസിനെയും യേശു സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷേ യേശുവിൻ്റെ സ്നേഹം അവൻ ആഗിരണം ചെയ്തില്ല, അതിനോട് പ്രതികരിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഇവിടെ വായിക്കുമ്പോൾ, ഈ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ സ്നേഹത്തിൻ്റെ, യൂദാസിനെ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ പ്രത്യേകത. നിങ്ങൾ ഒരാൾ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. നമുക്ക് വാക്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല. നിങ്ങളൊരാൾ എന്നെ കാണിച്ചു കൊടുക്കും. ആരാ കർത്താവേ, ആരാ കർത്താവേ എന്ന് ചോദിച്ചു. കർത്താവ് പരസ്യമായിട്ട് ഉത്തരം പറഞ്ഞില്ല. യോഹന്നാൻ അവൻ്റെ മാറോട് ചാരി കിടന്നപ്പോൾ അവനോട് പറഞ്ഞു. പത്രോസ് ചോദിച്ചു, ചോദിക്കടാ, ആരോടാന്ന് ആരാ ചോദിക്കും. കാര്യം അത്രയും ഒരു തൻ്റെ ഇടം പത്രോസിന് ഇല്ലായിരുന്നു എൻ്റെ ചിന്ത. നീ ആന്ന് വല്ലതും അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആകെപ്പാടെ ശല്യമാകത്തില്ലേ. യോഹന്നാൻ ഓരോ കാര്യം ഉണ്ടായിരുന്നു, ഉറപ്പുണ്ടായിരുന്നു, അത് ഞാനല്ല എന്താണെങ്കിലും. അവൻ അത്രയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. ചോദിച്ചു, കർത്താവേ അതാര്? അപ്പോൾ പറഞ്ഞു, ഞാൻ താരത്തിൽ അപ്പം കഷണം മുക്കി കൊടുക്കുന്ന വ്യക്തി. ഞാനതിനെക്കുറിച്ച് ഒരു ഹിസ്റ്റോറിക്കലായിട്ട് നമ്മൾ അവരുടെ ഈ ബാക്ക്ഗ്രൗണ്ട് പഠിച്ചാൽ, ഒരു വിരുന്ന് നടക്കുമ്പോൾ ആ വിരുന്ന് നടത്തുന്ന ആളിൻ്റെ ഏറ്റവും അടുത്തിരിക്കുന്ന ആള്, ഈ ഹോസ്റ്റ് അപ്പം ചാറിൽ മുക്കി കൊടുക്കുന്നത് ആർക്കാണെന്ന് ചോദിച്ചാൽ, അവിടെ ഇരിക്കുന്നതിൽ ഇയാളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാ ഈ അപ്പം ചാറിൽ മുക്കി കൊടുക്കുന്നത്. അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ യോഹന്നാൻ ഇത് ചോദിച്ചപ്പോൾ, കർത്താവ് അത് ചെയ്തപ്പോൾ, യൂദാസിന് അല്പമെങ്കിലും മനസാക്ഷി ഉണ്ടായിരുന്നെങ്കിൽ അവൻ മനസ്സിലാക്കണമായിരുന്നു, ഈ യേശു എന്നെ ഇത്രയും സ്നേഹിക്കുന്നുണ്ടോ? കാരണം മറ്റുള്ളവരിൽ അധികമായി അവനോട് സ്നേഹം പ്രകാശിപ്പിക്കുകയാണ്. എന്നിട്ടും അവൻ പോയി ഒറ്റ കൊടുത്തു. ഇനി ഒറ്റിക്കൊടുത്ത് 30 വെള്ളിക്കാശുമായിട്ട് തിരിച്ച് അതും കിലുക്കിക്കൊണ്ട് വന്ന്, അതും പോക്കലുണ്ട് കിലുക്കിക്കൊണ്ട്, ചുമ്മനം കൊണ്ട് ഒറ്റിക്കൊടുക്കാൻ വന്നപ്പോൾ യേശു യൂദാസിനെ വിളിച്ച വിളി എന്താ? സ്നേഹിത, നീ വന്ന കാര്യം. സ്നേഹിത,
ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, യേശു അവനെ ഊതാൻ വിളിച്ചതൊന്നുമല്ല, ഒറിജിനലായിട്ട് വിളിച്ചതാണ്. അല്ലാതെ സ്നേഹിതരാണെന്ന് പറഞ്ഞ് അടക്കുക എന്ന് പറയാനല്ല, പ്രത്യുത ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന്. അപ്പോഴും അതാണ് തന്നെ സ്നേഹിച്ചവരെ അവൻ എന്ത് ചെയ്തു? അവസാനത്തോളം സ്നേഹിച്ചു, അന്ത്യത്തോളം. യൂദാസിനെ ഏറ്റവും ഒടുവിൽ വരെ സ്നേഹിച്ചു. അതാണ് കർത്താവിൻ്റെ എവർലാസ്റ്റിംഗ് ലവ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ യൂദാസിന്റെ കാര്യം പോട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവിന് നമ്മളോടുള്ള സ്നേഹത്തിന് വ്യതിചലനങ്ങളില്ല. അത് നിരന്തരമാണ്, നിത്യമാണ്. ആ സ്നേഹത്തിന് അളവുകളില്ല. നമ്മൾ എഫേസ്യ ലേഖനത്തിൽ വായിക്കുമ്പോൾ അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം, ഗ്രേറ്റ് ലവ്, ചെറിയ സ്നേഹമൊന്നുമല്ല, ഗ്രേറ്റ് ലവ്. അങ്ങനെ ഒരു സ്നേഹം കൊണ്ടാണ് യേശു നമ്മളെ സ്നേഹിച്ചത്, ദൈവം നമ്മളെ സ്നേഹിച്ചത്. അവിടെയാണ് പൗലോസ് പറയുന്നത്, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട പ്രിയമുള്ളവരെ. നമ്മളെയൊക്കെ കർത്താവ് സ്നേഹിച്ചത് നമ്മുടെ സ്നേഹത്തിനുള്ള പ്രതികരണമായിട്ടല്ല, ദൈവം അങ്ങ് സ്നേഹിച്ചതാ. പക്ഷെ നമ്മൾ അതിനോട് പ്രതികരിക്കണം. യോഹന്നാൻ അതിനോട് പ്രതികരിച്ചു. അവൻ്റെ മാറോട് ചാരിയിരുന്നു. മറ്റെല്ലാവരും ഓടിപ്പോയപ്പോഴും യോഹന്നാൻ യേശുവിനെ ക്രൂശിൻ്റെ അടുത്തുവരെയും അനുഗമിച്ചു. അവൻ്റെ പ്രതികരണമാണ്. അങ്ങനെ ക്രൂശിൻ്റെ അടുത്ത് വരെ പോയതുകൊണ്ട് യേശു യോഹന്നാനെ സ്നേഹിച്ചതല്ല, പ്രത്യുത യേശുവിൻ്റെ സ്നേഹത്തോട് അവൻ്റെ പ്രതികരണമാണ്. ഏറ്റവും ഒടുവിൽ അമ്മയെ ചൂണ്ടിക്കാണിച്ച് യോഹന്നാനോട് പറയാണ്, ഇതാ നിന്റെ അമ്മ, നീ നോക്കിക്കോണോ ഇനി. എൻ്റെ അമ്മ ഇനിയിപ്പോൾ എനിക്ക് ഫിസിക്കലി നോക്കാനായിട്ട് കഴിയത്തില്ല, നീ നോക്കിക്കോണം. സ്നേഹിച്ചത് കൊണ്ടാണ് ഏൽപ്പിച്ചു കൊടുത്തത്. പക്ഷെ ആ സ്നേഹം ദൈവസ്നേഹത്തിനോടുള്ള, യേശുവിൻ്റെ സ്നേഹത്തോടുള്ള പ്രതികരണമാണ്. നമ്മളും അതുപോലെ പ്രതികരിക്കണം. ഈ ദൈവത്തിൻ്റെ സ്നേഹം ദൈവം എക്സ്പ്രസ് ചെയ്യുന്നത് ചില്ലറ സാധനങ്ങളൊക്കെ നമുക്ക് തന്നുകൊണ്ടല്ല. നമ്മൾ പലപ്പോഴും സ്നേഹിക്കുന്നെങ്കിൽ ചിലപ്പോൾ മുട്ടായി വാങ്ങിച്ചു കൊടുത്തെന്നിരിക്കും, അല്ലെങ്കിൽ ഒരു ടോയ് വാങ്ങിച്ചു കൊടുത്തെന്നിരിക്കും. അതൊക്കെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയുള്ള ചില്ലറ കാര്യങ്ങൾ തന്നുകൊണ്ടല്ല കർത്താവ് നമ്മളെ സ്നേഹിച്ചുവെന്ന് തെളിയിക്കുന്നത്. പക്ഷെ ഇന്നത്തെ പല പ്രസംഗങ്ങളും നമുക്ക് ലഭിക്കുന്ന ചില്ലറ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് നമ്മൾ പറയുന്നത്. എന്നാൽ ആ എക്സ്പ്രഷൻ എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാം വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്, കാണാതറിയാവുന്ന വാക്യമാണ്. ദൈവം എന്ത് ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ, മലയാളത്തിലില്ല, അത്രയ്ക്ക് സ്നേഹിച്ചു. ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമാനതകളില്ലാത്ത സ്നേഹമാണ്. കർത്താവ് സ്നേഹിച്ചപ്പോൾ കർത്താവ് അത് എക്സ്പ്രസ് ചെയ്തു. ആ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി അവൻ ഏൽപ്പിച്ചു തരികയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 15-ാം അധ്യായത്തിൽ 12 മുതൽ 13 വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. വാക്യങ്ങൾ ഞാൻ വായിക്കുന്നില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത്, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം കാണിപ്പാൻ ആർക്കും കഴിയുകയില്ല. സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കൊടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? സ്നേഹിതന് വേണ്ടി ജീവനെ കൊടുക്കുന്നത്. എന്നാൽ യേശുവിൻ്റെ കാര്യത്തിൽ സ്നേഹിതന് വേണ്ടി പോലുമല്ല ജീവൻ കൊടുത്തത്. അതാണ് പ്രത്യേകത. സ്നേഹിതന് വേണ്ടി ജീവനെ കൊടുക്കുന്നത് തന്നെ നമ്മൾ അങ്ങനെ വലിയ കാര്യമായിട്ട് എല്ലായിടത്തും കാണുന്നില്ല. റോമാലേഖനം 5-ാം അധ്യായത്തിൽ അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്കു വേണ്ടി മരിച്ചു. മറ്റ് ദൈവങ്ങളൊക്കെ ഭക്തന്മാർക്ക് വേണ്ടിയാണ് എന്തെങ്കിലും ചെയ്യുന്നത്. പക്ഷെ ഇവിടെ യേശു എന്താ ചെയ്യുന്നത്? അഭക്തർക്കു വേണ്ടി മരിച്ചു.
എന്നിട്ട് പൗലോസ് പറയാണ്, നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാനു വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, നടക്കത്തേയില്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഗുണവാനു വേണ്ടി ആരെങ്കിലും മരിക്കുമായിരിക്കും. പഞ്ചാബിൽ തീവ്രവാദം കൊടുമ്പിരി കൊണ്ടിരുന്നതായ ഒരു സമയത്ത് അന്ന് ഈ തീവ്രവാദികൾ പലപ്പോഴും ബസ്സുകളൊക്കെ തടഞ്ഞു നിർത്തി നേരെ അകത്തോട്ട് കയറി മെഷീൻ ഗൺ വെച്ച് അവിടെ നിൽക്കുന്നവരെ എല്ലാം കൊന്നേച്ച് പോകുന്നതായ ഒരു സാഹചര്യം. അന്ന് ഈ വെടിവയ്പ്പിൽ രക്ഷപ്പെട്ട ഒരു മനുഷ്യൻ പറഞ്ഞ ഒരു സ്റ്റോറി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇരിക്കാൻ സ്ഥലമില്ലായിരുന്നത് കൊണ്ട് കൈ പിടിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് തീവ്രവാദികൾ അകത്ത് കയറിയത്. അകത്ത് കയറി അവർ വെടിവെക്കാൻ തുടങ്ങി. പെട്ടെന്ന് ആരോ എന്നെ മറിച്ച് താഴെ ഇട്ടു. ഞാൻ കമന്നടിച്ച് വീണ് കഴിഞ്ഞപ്പോൾ അയാള് എൻ്റെ മണ്ടയ്ക്ക് കയറി കിടന്നു, മണ്ടയ്ക്ക് കിടക്കുകയാണ്. പിന്നെ വെടിയുടെ ഒച്ച മാത്രമേ ഞാൻ കേട്ടുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കി, എൻ്റെ മുകളിൽ കിടക്കുന്ന വ്യക്തി വെടിയേറ്റ് മരിച്ചിരുന്നു. ഞാനൊന്ന് തിരിച്ചിട്ടു, അതെൻ്റെ ഭാര്യയായിരുന്നു. ഗുണവാനു വേണ്ടി ഒരു പക്ഷേ മരിക്കുമായിരിക്കും. സ്വന്തം ഭർത്താവിന് വേണ്ടി സ്വന്തം ജീവനെ കൊടുക്കുവാൻ ഞാൻ മരിച്ചാലും എൻ്റെ ഭർത്താവ് ജീവിക്കണം എന്നുള്ള ബോധ്യത്തോടുകൂടെ ജീവനെ ഏൽപ്പിച്ചു കൊടുത്തതായ ഒരു സ്ത്രീ. ഗുണവാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, നടക്കത്തില്ലെന്ന് പറയാൻ പറ്റില്ല. ഓസ്വാൾഡ് ചേമ്പേഴ്സ് എന്ന് പറയുന്ന റൈറ്ററെ നിങ്ങൾക്കൊക്കെ പലർക്കും അറിയാം. ഓസ്വാൾഡ് ചേമ്പേഴ്സ് സൗത്ത് ആഫ്രിക്കയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതായ സമയത്ത് 35-36 വയസ്സുണ്ട് വെൻ ഹി വാസ് യങ്. അദ്ദേഹത്തിൻ്റെ ഒത്തിരി പുസ്തകങ്ങളുണ്ട്. അന്ന് അദ്ദേഹം ഏറ്റവും വലിയ ഒരു അസുഖം ബാധിച്ച്, മെനഞ്ചൈറ്റിസ്, അതുപോലെ ഓൾമോസ്റ്റ് ഡെത്ത് ബെഡിലായിരുന്ന സമയത്ത് അന്നേരമാണ് സിവിൽ വാർ നടക്കുന്നത്. സിവിൽ വാർ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഇദ്ദേഹം ചികിത്സ തേടിയതായ ഹോസ്പിറ്റലിൽ കംപ്ലീറ്റ് ബെഡും ഫുള്ളാണ്. ഇദ്ദേഹത്തിനൊരു ബെഡ് കിട്ടി, അദ്ദേഹം അവിടെ കിടക്കുകയാണ്. പക്ഷേ ഓൾമോസ്റ്റ് മരണത്തെ മുഖാമുഖം കണ്ട് കിടക്കുകയാണ്. പെട്ടെന്ന് സിവിൽ വാറിൽ വെടിയേറ്റ് മരണത്തോട് മല്ലിടുന്നതായ ഒരു പട്ടാളക്കാരനെ അവിടെ കൊണ്ടുവന്നു. അയാളെ കിടത്താനൊരു ബെഡില്ല. ഓസ്വാൾഡ് ചേമ്പേഴ്സ് പറഞ്ഞു, ഞാൻ നിലത്ത് കിടന്നോളാം, എന്നെ പുറത്തിട്ടേര്, ഈ പട്ടാളക്കാരന് ബെഡ് കൊടുക്കണമെന്ന് പറഞ്ഞു. മനസ്സോടെ അല്ലെങ്കിൽ പോലും അവരത് ചെയ്തു. കാര്യം പട്ടാളക്കാരൻ അതുപോലെ ഒരു മിനിറ്റ് പോലും താമസിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിലാണ്. ആ പട്ടാളക്കാരൻ രക്ഷപ്പെട്ടു. പക്ഷേ ഓസ്വാൾഡ് ചേമ്പേഴ്സ്, ആഫ്രിക്കയുടെ മിഷനറി, അദ്ദേഹം ആ ഹോസ്പിറ്റലിൽ കിടന്ന് മരിച്ചു. വെൻ ഹി വാസ് യങ്, ഐ തിങ്ക് 35 ഇയേഴ്സ്, ആ ഒരു പ്രായം, 33 or 35. അദ്ദേഹത്തിൻ്റെ അനേക പുസ്തകങ്ങൾ, പലതും അദ്ദേഹത്തിൻ്റെ ഭാര്യ ആണ് സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അനേക പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മൈ അറ്റ്മോസ്ഫിയർ ഹിസ് ഹൈസ്റ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കുണ്ട്. അത് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഡെയിലി ഡിവോഷൻ. ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല. ഗുണവാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി ആരെങ്കിലും മരിക്കാൻ തുനിയുമായിരിക്കും. പക്ഷേ യേശുവിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ചേ. നമ്മൾ നീതിമാനുമായിരുന്നില്ല, നമ്മളെ കൊണ്ട് ദൈവത്തിനൊരു പ്രയോജനം ഉണ്ടായിരുന്നില്ല. ഗുണവാനെന്ന് പറഞ്ഞാൽ അതാണ്, പ്രയോജനമുള്ളവർക്ക് വേണ്ടി എന്ന് പറയുന്നത്. മറ്റേ പഞ്ചാബിൽ ആ സഹോദരി ചെയ്തത് വലിയ ത്യാഗമാണെങ്കിലും ആർക്ക് വേണ്ടിയാണ്? സ്വന്തം ഭർത്താവിന് പകരമായിട്ടാണ്. പക്ഷെ ഇവിടെ യേശു തൻ്റെ സ്നേഹം പ്രകാശിപ്പിച്ചത് എങ്ങനെയാണ്? തൻ്റെ സ്നേഹം പ്രകാശിപ്പിച്ചത് ആ രീതിയിലൊന്നുമല്ല. നാം അഭക്തരായിരിക്കുമ്പോൾ തന്നെ
ക്രിസ്തുവ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അത് മഹാസ്നേഹമാണ്. എവർലാസ്റ്റിംഗ് ലവ് എന്ന് തന്നെയല്ല, ഇറ്റ്സ് ഗ്രേറ്റ് ലവ്. ഒരു മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സ്നേഹമാണ് യേശുവിൻ്റെ സ്നേഹം. കാരണം സ്നേഹിതന് വേണ്ടി പോലും അല്ല യേശു മരിച്ചത്. കർത്താവ് തന്നെ പറഞ്ഞു, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം കാണിപ്പാൻ ആർക്കും കഴിയുകയില്ല. പക്ഷേ യേശു മരിച്ചത് സ്നേഹിതന്മാർക്ക് വേണ്ടി പോലുമല്ല, അഥവാ ഭക്തന്മാർക്ക് വേണ്ടി പോലുമല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് വേണ്ടി മരിച്ചു. അതാണ് കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കണം. വി ആർ ലവ്ഡ് ബൈ ഗാഡ്. എങ്ങനെയുള്ള സ്നേഹം? സാക്രിഫിഷ്യൽ ലവ്. ലവ് ഈസ് ഓൾവേസ് സാക്രിഫിഷ്യൽ. ത്യാഗമില്ലാതെ സ്നേഹമില്ല. നമ്മുടെ നാട്ടിലൊരു ഭാഷയുണ്ടല്ലോ, നാക്കുകൊണ്ട് ഊട്ടരുതെന്ന്. എല്ലാവരും അതിന് ഭയങ്കര മിടുക്കന്മാരാണ് നമ്മളെല്ലാം. പറയുന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ, ഭയങ്കര നാക്കുകൊണ്ട്. പ്രായോഗികമായി അത് പ്രതിഫലിപ്പിക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഞാൻ തീരെ ചെറിയ പ്രായത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഓൾവേസ് ലിവ് ഫോർ അതേഴ്സ് ആൻഡ് ഇഫ് യു ഗെറ്റ് എ ചാൻസ് ട്രൈ ഈവൻ ടു ഡൈ ഫോർ അതേഴ്സ്. അതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം എന്ന് പറയുന്നത്. എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക. പിന്നെ ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കാനും നമ്മൾ തയ്യാറാകണം. പറയാൻ എളുപ്പമാണ്, ഈ പറയുന്ന എനിക്കുൾപ്പെടെ പറയാൻ എളുപ്പമാണ്. നാക്കുകൊണ്ട് പറയുക മാത്രമല്ല ഞാൻ പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനെങ്കിലും നമുക്ക് കഴിയും. നമ്മളോട് തന്നെ ചോദിച്ചത്. എന്നാൽ യേശു മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുകയും ചെയ്തു. അതാണ് സ്നേഹത്തിൻ്റെ പ്രകാശനം എന്ന് പറയുന്നത്. അതാണ് ദൈവ സ്നേഹത്തിൻ്റെ തെളിവ് എന്ന് പറയുന്നത്. 1 യോഹന്നാൻ്റെ സുവിശേഷം, യോഹന്നാൻ 3:16 നമുക്ക് എല്ലാവർക്കും അറിയാം. 1 യോഹന്നാൻ 3:16 ഇതേപോലെ തന്നെ നമ്മൾ കാണുന്നതായ കാര്യം, അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ സ്നേഹം എന്ത് എന്ന് നാം അറിഞ്ഞിരിക്കുന്നു. സ്നേഹം എന്താണെന്ന് നമ്മൾ അറിഞ്ഞത് എങ്ങനെയാണ്? വാക്കുകൾ കൊണ്ടല്ല, പ്രത്യുത യേശു നമുക്ക് വേണ്ടി പ്രാണനെ വെച്ചു തന്നതിനാൽ. മറ്റ് ദൈവങ്ങളൊക്കെ ഗിഫ്റ്റ് തരുന്നവരാണ്, എന്നാൽ യേശു ലൈഫ് തന്നവനാണ്. അതാണ് വ്യത്യാസം. സമ്മാനങ്ങൾ തരുന്നവനാണ് നമ്മുടെ മനസ്സിലെ ദൈവം എന്ന് പറയുന്നത്. സമ്മാനങ്ങൾ തരുന്നവനാണ്. എന്നാൽ യേശു ജീവൻ തന്നവനാണ്. ഹല്ലേലൂയ. പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഒരാളോട് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞതെന്നറിയാമോ? പഴയ നിയമത്തിൽ ആടുകൾ ഇടയന് വേണ്ടി മരിക്കുന്നു, പുതിയ നിയമത്തിൽ ഇടയൻ ആടിനു വേണ്ടി മരിക്കുന്നു. പഴയ നിയമം പുതിയ തമ്മിലുള്ള വ്യത്യാസമാണ്. പഴയ നിയമത്തിൽ എന്താണ്? ആടുകളെ കൊണ്ട് യാഗമർപ്പിക്കുകയാണ്. പക്ഷേ പുതിയ നിയമത്തിൽ ഇടയൻ യാഗമാവുകയാണ്. ഇത് ലോകത്തിൽ ഒരിടത്തും കാണുന്ന കാര്യമല്ല. ഇറ്റ് ഈസ് യുണീക്ക്. വേറൊരിടത്തും കാണാൻ കഴിയാത്ത ഒരു കാര്യമാണ് യേശുവിൽ നമ്മൾ കാണുന്നത്. നമുക്ക് പകരമായിട്ട് മരിക്കുന്ന അവസ്ഥ. അങ്ങനെയുള്ള സ്നേഹത്തിൻ്റെ ആ പ്രകാശനം, ആ സ്നേഹത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ് നമ്മൾ എന്നുള്ളതാണ് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നതായ കാര്യം. നിങ്ങൾ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ. വായിച്ചു പോകാൻ എളുപ്പമാണ്, പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ ദൈവം സ്നേഹിച്ചത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്തു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബോധ്യം നമുക്ക് അനിവാര്യമാണ്. ഇനി അടുത്തത്, സ്നേഹിക്കപ്പെട്ടു എന്ന് മാത്രമല്ല അവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ അറിയുന്നുവല്ലോ. വി ആർ നോട്ട് ഓൺലി ലവ്ഡ് ബൈ ഗാഡ്, വി ആർ ഓൾസോ ചോസൻ ബൈ ഗാഡ്. നമ്മൾ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, നമ്മൾ എന്തും കൂടെ ചെയ്യുന്നുണ്ട്, എന്തും കൂടെ ഉണ്ട് അതിനോട് ചേർന്ന്. ദൈവത്താൽ നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ് ഞാൻ.
ഞാനിത് പ്രത്യേകം പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഐഡൻറ്റിറ്റിയുമായി റിലേറ്റഡ് ആയിട്ട് നമ്മുടെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കേണ്ടതായ ഒരു ബോധ്യമാണ്, ഐ ആം ലവ്ഡ് ബൈ ഗാഡ് ആൻഡ് ഐ ആം ചോസൻ ബൈ ഗാഡ്. ഞാൻ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവനാണ്. വെറുതെ അങ്ങനെ പറഞ്ഞു പോവുകയല്ല. അതിനുവേണ്ടി യേശു എന്ത് ചെയ്തു എന്നുള്ളതിൻ്റെ ബോധ്യം ഉണ്ടാകുമ്പോൾ, അപ്പോഴാണ് ഈ ഐഡൻറ്റിറ്റി നമുക്കുണ്ടാകുമ്പോഴാണ് നമുക്ക് ദൈവം ഒരു യാഥാർത്ഥ്യമാകുന്നത്, യേശു ഒരു യാഥാർത്ഥ്യമാകുന്നത്. അപ്പോഴാണ് നമുക്ക് യേശുവിനെ സ്നേഹിക്കാൻ കഴിയുന്നത്, അപ്പോഴാണ് യേശുവിനെ പിൻപറ്റുവാൻ കഴിയുന്നത്. നമ്മൾ യേശുവിനോട് ചേർന്ന് ജീവിക്കുവാൻ നമ്മൾക്ക് പ്രാപ്തി തരുന്നത് നമ്മൾ ആരാണെന്നുള്ള തിരിച്ചറിവാണ്. ദൈവവുമായുള്ള റിലേഷനിൽ നമ്മുടെ ഐഡന്റിറ്റി എന്താണ്? ഐ ആം ലവ്ഡ് ബൈ ഗാഡ്. ഞാൻ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവനാണ്, ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ഐ എം ലവ്ഡ് ബൈ ഗാഡ്, അത് ഞാൻ പറഞ്ഞല്ലോ. ആൻഡ് ഐ എം ചോസൻ ബൈ ഗാഡ്. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ്, ദൈവം വ്യക്തികളെ തിരഞ്ഞെടുക്കുന്നുണ്ട്, അതേപോലെ ദൈവം സഭയെ തിരഞ്ഞെടുക്കുന്നുണ്ട്, കുടുംബങ്ങളെ തിരഞ്ഞെടുക്കുന്നുണ്ട്. നമ്മളും തിരഞ്ഞെടുക്കണം. പക്ഷേ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനോടുള്ള പ്രതിഫലനം മാത്രമാണ്, പ്രതികരണം മാത്രമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. നമ്മുടെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, നമ്മൾ വ്യക്തികളുടെ കാര്യം പറഞ്ഞാൽ, നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ ഒരു വാക്യത്തിൽ, നെഹമ്യാവിൻ്റെ പുസ്തകം 9-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ അവിടെ കാണുന്നത് അബ്രഹാമിനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അബ്രഹാമിനെ തെരഞ്ഞെടുത്ത് അവനെ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് കൊണ്ടുവന്ന് അവന് അബ്രഹാം എന്ന് പേരിട്ട ദൈവമായ യഹോവ നീ തന്നെ. അപ്പൊ അബ്രഹാം ദൈവത്തെ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നതിനേക്കാൾ സത്യം എന്താണ്? ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. നമ്മൾ തിരഞ്ഞെടുക്കുകയല്ല, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുപ്പ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നെന്നുള്ളതേ ഉള്ളൂ. ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്തു എന്ന് നമ്മൾ കാണുന്നു സങ്കീർത്തനങ്ങളിൽ. അതിൻ്റെ 78-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 70-ാമത്തെ വാക്യത്തിൽ നമ്മൾ അവിടെ അവൻ തൻ്റെ ദാസനായ ദാവീദിനെ തെരഞ്ഞെടുത്തു, ആട്ടിൻ തൊഴുത്തുകളിൽ നിന്ന് അവനെ വരുത്തി. ദാവീദ് ദൈവത്തെ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നതിനേക്കാൾ ദൈവം എന്ത് ചെയ്തു? ദാവീദിനെ തിരഞ്ഞെടുത്തു. ഞാനും നിങ്ങളും യേശുവിനെ തിരഞ്ഞെടുത്തു എന്ന് നമ്മൾ ചിലപ്പോൾ പറയും, ഐ ചോസ് ജീസസ്. സത്യമാണ്. പക്ഷേ തിരഞ്ഞെടുപ്പ് തുടങ്ങിയത് എവിടുന്നാ? ദൈവത്തിൽ നിന്നാണ്. നമ്മൾ അതിനോട് പ്രതികരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇസ്രായേൽ ജനതയെ അവൻ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ യെശയ്യാവിൻ്റെ പ്രവചനത്തിൻ്റെ പല ഭാഗങ്ങളിൽ, ചില ഭാഗങ്ങൾ മാത്രം നമുക്കൊന്ന് വായിക്കാം. അതിൻ്റെ 41-ാമത്തെ അധ്യായത്തിൽ, യെശയ്യാവിൻ്റെ പ്രവചനം 41-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ, നീയോ എൻ്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തെരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിയെ, നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നെ നിരസിച്ചു കളയാതെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും അതിൻ്റെ മൂലകളിൽ നിന്ന് വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നവനായുള്ളവേ. ഇസ്രായേലിനെ ദൈവം എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു എന്നാണ് നമ്മൾ കാണുന്നത്. 43-ാമത്തെ അധ്യായത്തിലും പെട്ടെന്ന് വായിക്കുകയാണ്. അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ, സകല ജാതികളും ഒന്നിച്ചു കൂടട്ടെ, വംശങ്ങൾ ചേർന്ന് വരട്ടെ, അവരിൽ 6 ഇത് പ്രസ്താവിക്കുകയും പണ്ട് പ്രസ്താവിച്ചത് കേൾപ്പിച്ചു തരികയും ചെയ്യുന്നു. അവർ നീതീകരിക്കപ്പെടേണ്ടതിന് സാക്ഷികളെ കൊണ്ടുവരട്ടെ, അവർ കേട്ടിട്ട് സത്യം തന്നെ എന്ന് പറയട്ടെ. നിങ്ങൾ അറിഞ്ഞ് എന്നെ വിശ്വസിക്കുകയും ഞാൻ ആകുന്നു എന്ന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ എൻ്റെ സാക്ഷികളും ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ദാസനുമാകുന്നു. നമ്മൾ ദാസന്മാരാണ്. പക്ഷേ ഈ ദാസ അനുഭവം എന്ന് പറയുന്നത് എൻ്റെ തെരഞ്ഞെടുപ്പല്ല, പ്രത്യുത ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പാണ്. അല്ലാതെ എനിക്ക് അങ്ങോട്ട് ചെന്ന് ഓഫർ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് നോർമൽ വേയിൽ ഒരു ജോലി, ചിലപ്പം നമ്മളെ ജോലിക്ക് ഇങ്ങോട്ട് ചൂസ് ചെയ്യുന്നവരുണ്ട്. ചിലപ്പോൾ പറയാം ഐ എം റെഡി ടു ഡു ദിസ് ജോബ് എന്നൊക്കെ പറയാൻ ഒരു ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ചാൻസ് ഇല്ല. അവനാണ് അവിടുത്തെ യേശുവിൻ്റെ ദാസനാവുക, ദൈവത്തിൻ്റെ ദാസനാവുക എന്നുള്ളത് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പാണ്. നമുക്ക് ആകപ്പാടെ കഴിയുന്നത് അതിനോട് പ്രതികരിക്കുക എന്ന് മാത്രമാണ്.
44-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലും 1 മുതലുള്ള വാക്യങ്ങൾ, ഇപ്പോഴോ എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തെരഞ്ഞെടുത്ത ഇസ്രായേലെ കേൾക്ക. 2-ാമത്തെ വാക്യത്തിൽ, ഞാൻ തെരഞ്ഞെടുത്ത യെശൂരൂനെ ഭയപ്പെടണ്ട. നോക്കുക, ഇവിടെയെല്ലാം ദൈവം തെരഞ്ഞെടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ സ്നേഹിച്ചത്, ഇനീഷ്യേറ്റ് ചെയ്തത് ദൈവമാണ്, തെരഞ്ഞെടുത്തതും ആര് തന്നെയാണ്? ദൈവമാണ്. പക്ഷേ നമ്മൾ ആ തെരഞ്ഞെടുപ്പ് സ്വീകരിക്കണം. നമുക്ക് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ട്. ദൈവം തിരഞ്ഞെടുത്തതാണെങ്കിൽ പിന്നെ നമുക്ക് ചോയ്സ് ഇല്ലെന്നും അങ്ങനെ പഠിപ്പിക്കുന്ന ടീച്ചിങ്സ് നമ്മുടെ ഇടയ്ക്ക് തന്നെ പലപ്പോഴും ഉണ്ട്. അതായത് എല്ലാം ദൈവം നേരത്തെ തന്നെ മുൻനിയമിച്ചതാണ്, അതുകൊണ്ട് നമുക്ക് പിന്നീട് ചോയ്സ് ഒന്നുമില്ല. ദൈവം ചിലരെ സ്വർഗത്തിലേക്ക് തിരഞ്ഞെടുത്തു, ചിലരെ ദൈവം നരകത്തിലേക്ക് തിരഞ്ഞെടുത്തു. അങ്ങനെ ദൈവം നരകത്തിലേക്ക് ആരെയും തിരഞ്ഞെടുത്തിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ചിലർ നരകത്തിൽ പോകുന്നുണ്ടെന്ന് എനിക്കറിയാം. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വർഗത്തിലേക്ക് പോകാൻ അവർക്ക് മനസ്സില്ല. സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യണം. ഒന്നാമത്, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ നമ്മൾ സ്വീകരിക്കണം. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ നമ്മൾ സ്വീകരിക്കുക മാത്രമാണ്. വേണമെങ്കിൽ എനിക്കതിനെ നിഷേധിക്കാം. പൈറ്റ് കഴിഞ്ഞ ഒരു ചെറുക്കനെ IBM ചൂസ് ചെയ്തെന്ന് വെക്കുക. ന്യൂയോർക്കിലോ അല്ലെങ്കിൽ വാഷിങ്ടണിലോ അവരുടെ ഓഫീസിൽ ഒരു സീനിയർ പോസ്റ്റിലേക്ക് ചൂസ് ചെയ്തെന്ന് വെക്കുക. അവന് പോയി ഓഫർ ചെയ്യാൻ പറ്റിയല്ല. എനിക്കിപ്പം അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും പിള്ളേർക്ക് പറയാൻ പറ്റുമോ, ഞാൻ IBMന്റെ CEO ആകാനായിട്ട് തീരുമാനമെടുത്തിരിക്കുന്നത് പറയാൻ പറ്റും? അവർ വിളിക്കാതെ നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റും? പക്ഷെ അവർ വിളിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് പറയാം, എനിക്ക് വേണ്ട. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തെരഞ്ഞെടുപ്പിനെ നിഷേധിക്കാൻ പറ്റും. നിഷേധിക്കാൻ പറ്റുകയെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. കാര്യം ആത്യന്തികമായി നമുക്ക് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ അക്സെപ്റ്റ് ചെയ്യാനോ റിജക്റ്റ് ചെയ്യാനോ നമുക്ക് കഴിയും എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ അത് നമ്മളാ ചെയ്യുന്നത്. റെസ്പോണ്ട് ചെയ്യണം. സ്നേഹത്തോട് റെസ്പോണ്ട് ചെയ്യണം എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? തെരഞ്ഞെടുപ്പിനോടും റെസ്പോണ്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്നാൽ നമ്മളെ തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ എങ്ങനെ തെരഞ്ഞെടുത്തു, ഏത് രീതിയിൽ തെരഞ്ഞെടുത്തു, എന്തായിട്ട് തെരഞ്ഞെടുത്തു എന്നുള്ളതിന് ചില വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കും. നമ്മൾ സങ്കീർത്തനങ്ങൾ 33-ന്റെ 12-ാമത്തെ വാക്യത്തിൽ, യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തെരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത്. ഞാനിത് വായിച്ചപ്പോൾ വളരെ ആലോചിച്ചു. ദൈവം നമ്മളെ ചൂസ് ചെയ്തത് എന്തായിട്ടാണ്? ദാസനായിട്ടാണെന്ന് നമ്മൾ പഴയ നിയമത്തിൽ പല യെശയ്യാവിന്റെ പ്രവചനത്തിലൊക്കെ കണ്ടു, ദാസനായിട്ട്. പക്ഷെ ഇവിടെ പറയുന്നത് ദാസനാണ്, കാര്യം ശരിയാണ്. പക്ഷേ അവിടെ പറയുന്നത്, ബ്ലെസ്സഡ് ഈസ് ദ നേഷൻ ഹൂസ് ഗാഡ് ഈസ് ജെഹോവ, the people whom he had chosen for his own inheritance. അവൻ്റെ ഇൻഹെറിറ്റൻസിനായിട്ട്, അവൻ്റെ അവകാശമായിട്ട്. ഇൻഹെറിറ്റൻസ് നമ്മൾ കൊടുക്കുന്നത് ആർക്കാ? നമ്മൾ ആർക്കാ ഇൻഹെറിറ്റൻസ് കൊടുക്കുന്നത്? മക്കൾക്കാ. അപ്പൊ നമ്മളെ തെരഞ്ഞെടുത്തത് ആരായിട്ടാണ്? മക്കളായിട്ട് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. നമ്മളെ ദൈവം അവൻ്റെ ഇൻഹെറിറ്റൻസ് ആണെന്നാ പറയുന്നത്. അപ്പൊ നമ്മുടെ തെരഞ്ഞെടുപ്പ് ഒരു ചില്ലറ കാര്യമാണോ? ഹല്ലേലൂയ. എന്നെ ദൈവം അവൻ്റെ ഇൻഹെറിറ്റൻസ് ആയിട്ട്. ഞാൻ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു. നമ്മൾ എത്ര കർത്താവിനെ സ്തുതിച്ചാൽ പറ്റും? ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന് എന്നെ അവൻ സ്നേഹിച്ചു, എന്നെ അവൻ തെരഞ്ഞെടുത്തു. തെരഞ്ഞെടുത്തിട്ട് പറയാണ്, യു ആർ മൈ ഇൻഹെറിറ്റൻസ്. എൻ്റെ അവകാശമാണ് നീ. അല്ലെങ്കിൽ എൻ്റെ പിന്തുടർച്ച ഞാൻ നിനക്ക് തരികയാണ്. ദൈവത്തെ പ്രതിനിധാനം ചെയ്യുവാനുള്ള അവകാശം നമുക്ക് തരികയാണ്. അങ്ങനെ ഇൻഹെറിറ്റൻസ് ആയിട്ട് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ആ വലിപ്പം നമ്മളൊന്ന് നോക്കിക്കേ. വെറുതെ എന്തെങ്കിലും ആട്ട് നമ്മൾ വളരെ ലഘുവായിട്ട് എടുക്കുന്ന കാര്യങ്ങൾ. തെസ്സലോനിക്ക ലേഖനത്തിൽ 2 പറയുന്ന കാര്യം ഇതാണ്: ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരും ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരുമായിട്ട്.
ലവ്ഡ് ബൈ ഗോഡ് ആൻഡ് ചോസൻ ബൈ ഗോഡ്. അപ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരു വെറും സഭയിലെ ഒരു അംഗമായിട്ട് തിരഞ്ഞെടുത്തെന്നോ അല്ലെങ്കിൽ ആ ഒരു നിലയിലല്ല, ദൈവത്തിൻ്റെ ഇൻഹെറിറ്റൻസ് ആയിട്ട് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് എന്ന് നമ്മൾ തീർച്ചയായും മനസ്സിലാക്കണം. എനിക്കിതിനകത്ത് പ്രത്യേകിച്ച് ഇത് സ്വീകരിക്കുകയല്ലാതെ വേറെ ഒന്നും എനിക്ക് ചെയ്യാനായിട്ട് കഴിയുകയില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ കൃത്യമായിട്ട് കർത്താവ് തന്നെ പറയുന്നതായ ഒരു കാര്യം, അതിൻ്റെ 15-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ ലോകക്കാർ ആയിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ആരാ തെരഞ്ഞെടുത്തത്? ദൈവമാണ് തെരഞ്ഞെടുത്തത്. കർത്താവാണ് തെരഞ്ഞെടുത്തത്. വി ആർ ചോസൻ ബൈ ഗോഡ്. 16-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, കൃത്യമായിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടത്. നമ്മളൊക്കെ നമ്മൾ കൺവെൻഷൻ നടത്തിയാലും പറയുന്നത് എന്താണ്? വിൽ യു ചൂസ് ജീസസ് ടുഡേ? ഇന്ന് നിങ്ങൾ യേശുവിനെ തിരഞ്ഞെടുക്കുമോ? ഞാൻ അങ്ങനെ നമ്മൾ ട്രാക്റ്റ് പോലും ഉണ്ട്, ഞാനും എഴുതിയിട്ടുണ്ട്. ഹും വിൽ യു ചൂസ്? നിങ്ങൾ ആരെ തിരഞ്ഞെടുക്കും? തിരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊക്കെ കൊടുക്കാൻ ഞാൻ ജോർജ് ജോസിക്ക് എഴുതി കൊടുത്ത ഒരു ട്രാക്റ്റുണ്ട്. നിങ്ങൾ ആരെ തിരഞ്ഞെടുക്കും? ശരിയാണ്, വി ആർ ചൂസിങ്. പക്ഷേ ഓൾറെഡി കർത്താവ് എന്ത് ചെയ്ത് കഴിഞ്ഞു? നമ്മളെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞു. ആ തെരഞ്ഞെടുപ്പ് സ്വീകരിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് കർത്താവ് പറയാണ്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിന് നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. വി ആർ ചോസൻ ബൈ ഗാഡ്. അത് ദൈവമാണ് തെരഞ്ഞെടുത്തത്. എവിടെ നിന്ന് തിരഞ്ഞെടുത്തെന്നാ പറയുന്നത്? ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു, ലോകത്തിൽ തന്നെ നമ്മളെ തിരിച്ചാക്കി. പക്ഷേ ലൗകികരായിട്ട് ലോകത്തിൽ നിന്ന് നമ്മളെ തിരഞ്ഞെടുത്തു, ലോകത്തിലേക്ക് നമ്മളെ പറഞ്ഞു വിട്ടു. പക്ഷെ ലൗകികരായിട്ടല്ല പറഞ്ഞു വിട്ടത്. തെരഞ്ഞെടുത്ത് അവൻ നമ്മളെ അവൻ്റെ അവകാശമാക്കി, ഇൻഹെറിറ്റൻസ് ആക്കി, അവനെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശം തന്ന് ലോകത്തിലേക്ക് പറഞ്ഞു വിടുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത കണ്ടോ? എത്ര അത്ഭുതകരമായ ഒരു കാര്യം! ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് തനിക്ക് അവകാശമായിട്ട്. 135-ാം സങ്കീർത്തനത്തിലും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വേദഭാഗമുണ്ട്. ഞാൻ അതോടെ വായിക്കാം അതിനോട് ചേർന്ന്. 135-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിൽ, യഹോവ യാക്കോബിനെ തനിക്കായിട്ടും ഇസ്രായേലിനെ തൻ്റെ നിക്ഷേപമായിട്ടും തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം? നമ്മളെ ദൈവം തെരഞ്ഞെടുത്തത് തെരഞ്ഞെടുത്ത് ചില പദവികൾ തരാൻ വേണ്ടി മാത്രമല്ല. പ്രത്യുത നമ്മളെ തിരഞ്ഞെടുത്തത് അവന് വേണ്ടിയാണെന്നാണ്. വി ആർ ചോസൻ ബൈ ഗോഡ് ഫോർ ഹിംസെൽഫ്. തനിക്കായിട്ട് തിരഞ്ഞെടുത്തു. ഇസ്രായേലിനെ തൻ്റെ നിക്ഷേപമായി തിരഞ്ഞെടുത്തു. തൻ്റെ നിക്ഷേപം, തനിക്ക് വേണ്ടി. ഞാൻ യേശുവിൻ്റെ വകയാണ്. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ യേശുവിൻ്റെ വകയാണ്. നമുക്കല്ലേ ഏറ്റവും സന്തോഷമുള്ളതെന്നറിയാമോ? യേശു എൻ്റെ വകയാണെന്ന് പറയുന്നതാണ് നമുക്കെല്ലാവർക്കും സന്തോഷം. ഞങ്ങളുടെ ജൂനിയർ 3-4 വയസ്സുള്ളപ്പോൾ ഇങ്ങനെ ചുമ്മാ അവൾ ഈ ഉണ്ടാക്കി പാട്ട് പാടുമായിരുന്നു. പാടിയത് എന്നാണെന്നറിയാമോ? യേശു എൻ്റെയാ, യേശു എൻ്റെയാ, 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 യേശു എൻ്റെയാ. ഇതാ അവൾ പാടിയത്. കൊച്ചു കൊച്ചല്ലേ, പാടട്ടെ. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, മോളെ അതിൻ്റെ കൂട്ടത്തിൽ ഒന്നുകൂടെ പാടണം. ഞാൻ യേശുവിൻ്റെയാന്നൂടെ പാടണം. യേശു എൻ്റെയാന്ന് പറയാൻ എല്ലാവർക്കും സന്തോഷമാണ്, നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യാൻ. പക്ഷെ കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത് എൻ്റെ ഇൻഹെറിറ്റൻസ് ആയിട്ടാണ്.
യേശു എൻ്റെയാ എന്ന് പറയുന്നത് നല്ല കാര്യം. പക്ഷെ മിക്കപ്പോഴും നമ്മൾ പറയുന്നത് വല്ലതും കിട്ടാൻ വേണ്ടിയാ യേശു എൻ്റെയാ എന്ന് പറയുന്നത്. ഞാൻ യേശുവിൻ്റെ ആണെന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വമാണ് ഉണ്ടാകുന്നത്. യേശു എൻ്റെ ആണെന്ന് പറയുമ്പോൾ ഒരു പ്രിവിലേജ് ആണ്. പക്ഷേ ഞാൻ യേശുവിൻ്റെ ആണെന്ന് പറയുമ്പോൾ റെസ്പോൺസിബിലിറ്റിയാണ്. യേശു എൻ്റെ ആണെന്ന് പറയുമ്പോൾ എനിക്ക് ഒത്തിരി എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന കാര്യമാണ് പറയുന്നത്. പക്ഷേ ഞാൻ യേശുവിൻ്റെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് സത്യം. അങ്ങനെ കർത്താവ് പറഞ്ഞത്. യാക്കോബിനെ തനിക്കായി, ഇസ്രായേലിനെ തൻ്റെ നിക്ഷേപമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. നിക്ഷേപം വിട്ടുകളയത്തില്ല. നമ്മൾ ചില കാര്യങ്ങൾക്ക് നമ്മൾ സൂക്ഷിച്ചു വെക്കത്തില്ല. എത്രയോ കാര്യങ്ങൾ നമ്മൾ പുറത്ത് കിടപ്പുണ്ട്, നമ്മുടെ വീടിൻ്റെ പുറത്ത് കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ കൊണ്ടുപോകണമെന്ന് പിന്നെ കൊണ്ടുപോകുന്നെങ്കിൽ അങ്ങ് കൊണ്ടുപോയിക്കോട്ടെ. നമുക്കിപ്പോൾ എല്ലാം കൂടെ എടുത്ത സേഫിനകത്ത് വല്ലതും വെക്കാൻ പറ്റും? അലമാരിക്കകത്ത് സേഫിനകത്ത് കൊണ്ട് പൂട്ടി വെക്കാനൊന്നും പറ്റത്തില്ലല്ലോ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നഷ്ടപ്പെടരുത് എന്ന് നമുക്ക് ഉൾബോധ്യമുള്ള കാര്യങ്ങൾ നമ്മൾ വഴിയിലിട്ടേക്കത്തില്ല. നമ്മൾ എന്ത് ചെയ്യും? നമുക്കായിട്ട് നിക്ഷേപമായിട്ട് സൂക്ഷിച്ചു വെക്കും. അവൻ്റെ നിക്ഷേപമാണ് നമ്മൾ, അവൻ്റെ വകയാണ് നമ്മൾ, അവൻ നമ്മുടെ ഉടമസ്ഥനാണ്. അതാ ഇവിടെ പറയുന്നത്, യഹോവ യാക്കോബിനെ തനിക്കായിട്ട് വേർതിരിച്ചിരിക്കും, തെരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ യേശുവിൻ്റെയാണ്. യേശു എൻ്റെയാണ്, പക്ഷെ ഞാൻ യേശുവിൻ്റെയാണ്. യേശു എൻ്റെ മണവാളനാണ്, എൻ്റെ ഭർത്താവാണ്. ഒരു ഭർത്താവ് ഭാര്യയെക്കുറിച്ച് പറയുന്നത് എന്താണ്? നീ എൻ്റെയാണ്. അതിൻ്റെ അർത്ഥം എന്നാ? വേറെ വല്ലവൻ്റെ പുറകെ പോകരുതെന്ന് എന്നാ അതിൻ്റെ അർത്ഥം. ഭാര്യ പോകത്തില്ല നമുക്കറിയാം, അതല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ എൻ്റെ ഭാര്യയാണ്, യു ആർ മൈ വൈഫ്, യു ആർ മൈൻ, നീ എൻ്റെ ആണെന്ന് പറയുമ്പോൾ എൻ്റേത് മാത്രമായിരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. യേശുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവൻ നമ്മുടെ ഉടമസ്ഥനാണെന്ന് മാത്രമല്ല, അവൻ നമ്മുടെ മണവാളനാണ്, നമ്മുടെ ഭർത്താവാണ്. എന്നാൽ യേശുവിൻ്റെ പ്രത്യേകത, അവനൊരു പൊസസീവായിട്ടുള്ള ഹസ്ബൻഡാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ആഫ്രിക്കയിലെ പല ട്രൈബിലും പല ഭർത്താക്കന്മാരുള്ള ഭാര്യമാരുണ്ട്. ചിലപ്പോൾ ഒരുത്തിലൂടെ കുറച്ച് നാൾ താമസിക്കും, ചിലപ്പോൾ ഒരു കൊച്ചും ഉണ്ടായിരിക്കും. കൊച്ചിനെയും കളഞ്ഞേച്ച് അവൾ ചിലപ്പോൾ വേറെ വല്ലവൻ്റെയും പുറകെ പോകും. വേറെ വല്ലവൻ്റെയും പുറകെ പോയി അവനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ച് ചിലപ്പോൾ ഇവൻ്റെ അടുത്ത് തന്നെ വരും. ഇവൻ കയ്യിൽ നീട്ടി സ്വീകരിക്കും. പൊസസീവ് അല്ല. പക്ഷെ യേശു അങ്ങനെ ഇട്ടേച്ച് പോകുന്നവനെ എല്ലാം തിരിച്ചു വരുമ്പോഴത്തേക്ക് വന്നാട്ടെ എന്ന്. തിരിച്ചു വരാൻ പറ്റത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ വേറൊരു കാര്യമുണ്ട്. പക്ഷേ എൻ്റെ യേശുവിൻ്റെ ഒരു പ്രത്യേകത, അവൻ ഭയങ്കര പൊസസീവാണ്. വേറെ ആരെയും പ്രണയിക്കുന്നത് യേശുവിന് സഹിക്കാൻ കഴിയത്തില്ല. അതാണ് അവൻ നമ്മളെ നിക്ഷേപമായി വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. പൊസസീവായിട്ടുള്ള ഒരു ഹസ്ബൻഡ്, പൊസസീവ്, സമ്പൂർണമായും നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മുടെ ഡിവോഷൻ എന്ന് പറയുന്നത് ആരോട് മാത്രമായിരിക്കണം? നമ്മുടെ ഭർത്താവായ യേശുവിനോടായിരിക്കണം. അൺഡിവൈഡഡ് ലവ്, ലോയൽറ്റി, അൺഡിസ്റ്റോർട്ടഡ് ലോയൽറ്റി. മുറിച്ചു കൊടുക്കാൻ കഴിയില്ല. ആവർത്തന പുസ്തകത്തിൽ നമുക്കറിയാമല്ലോ, കർത്താവ് കൽപ്പന കൊടുക്കുമ്പോൾ ഏറ്റവും വലിയ കൽപ്പനയായിട്ട് 6-ാം അധ്യായത്തിൽ പഠിപ്പിക്കേണ്ടത്, കുഞ്ഞുങ്ങളെയൊക്കെ ഓരോ ദിവസവും പഠിപ്പിക്കേണ്ട കാര്യമായിട്ട് പറയുന്ന 4-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, ഇസ്രായേലേ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇത് വേദപുസ്തകത്തിലുടനീളമുള്ള വാക്യമാണ്. പുതിയ നിയമത്തിലും എല്ലാം കർത്താവ് പറയുന്നതാണ്. ഏറ്റവും വലിയ കൽപ്പന അതാണ്. എന്താ? നിന്റെ ദൈവമായ യഹോവയെ, കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അപ്പൊ സ്നേഹത്തിനകത്ത് പൂർണ്ണത വേണം എന്നുള്ളതാണ്. പൂർണ്ണം, കംപ്ലീറ്റ്
വിത്ത് ഓൾ യുവർ ഹാർട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ സ്പേസ് ഇല്ലാത്ത നിലയിൽ ഞാൻ ഒരു ഗ്ലാസ് ഒരു കുപ്പി വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, പാലായിക്കോട്ടെ, അതിനകത്ത് പകുതി പാലുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനകത്ത് വേറെ എന്തെങ്കിലും ഒഴിക്കാൻ പറ്റും. വേറെ എന്തെങ്കിലും ഒഴിക്കാൻ പറ്റിയാൽ അതിൻ്റെ അർത്ഥം അത് കംപ്ലീറ്റ് അല്ല എന്നാണ്. അത് ഹാഫേ ഉള്ളൂ, പൂർണ്ണമല്ല. എന്നാൽ നിറഞ്ഞിരിക്കുന്ന ഒരു കുപ്പിയിലേക്ക് നമുക്ക് വേറെ എന്തെങ്കിലും കൊണ്ടിടാൻ പറ്റുമോ? ഇല്ല. എന്നതുപോലെ ദൈവത്തോടുള്ള എൻ്റെ സ്നേഹം, യേശുവിനോടുള്ള എൻ്റെ ലോയൽറ്റി എന്ന് പറയുന്നത് പൂർണ്ണമായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വേറെ ഒന്നും ഫില്ല് ചെയ്യാൻ കഴിയത്തില്ല, വേറെ ഒന്നും അതിനകത്ത് ഇടാൻ പറ്റിയല്ല, വേറെ ഒന്നിനെയും എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. വേറെ ഒന്നിനെയും എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല, കംപ്ലീറ്റ് ആയിരിക്കണം. വേറെ ഒന്നും അതിനകത്ത് ഉണ്ടാകാനായിട്ട് പാടില്ല എന്ന് പറയുന്നതാണ്. നത്തിങ്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൂർണ്ണ ഹൃദയത്തോടെയല്ല. ഹൃദയത്തിൽ മറ്റൊന്നും ഉണ്ടാകാൻ പാടില്ല. മനസ്സിൽ യേശു അല്ലാതെ മറ്റൊന്നും ഉണ്ടാകാൻ പാടില്ല. എറണാകുളത്തെ മാത്യു പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവേ എനിക്ക് ഇഷ്ടം പോലെ കാശ് തരണേ, എനിക്ക് രൂപ തരണേ, എന്നെ വലിയ സമ്പന്നനാക്കണേ എന്ന് പറയുമ്പോൾ നമ്മൾ വേദോസം പഠിപ്പിക്കുന്നത് പണമെന്ന് പറയുന്നത് മാമോനാണ്, മറ്റൊരു ദൈവമാണ്. നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുന്നത് തന്നെ വേറൊരു ദൈവത്തെ വേണമെന്ന് പറഞ്ഞാൽ ഇല്ലേ? പണം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവേ നിന്റെ പുറകെ വന്നിട്ട് അത്രയും വലിയ ഗുണമൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് നീ മാമോനെ തരണമെന്ന് അയച്ചെന്നീ പറയുന്നത്. അപ്പൊ ദൈവത്തിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നത് തന്നെ മറ്റൊരു ദൈവത്തെ വേണമെന്ന് പറഞ്ഞുകൊണ്ടാ. അതാ ഇന്നത്തെ പ്രസംഗങ്ങളല്ല. എന്തൊരു കഷ്ടമാണെന്ന് പറയാം. യാക്കോബിന്റെ ലേഖനത്തിൽ അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ അതിൻ്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, വ്യഭിചാരിണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം ആകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന് ശത്രുവായിത്തീരുന്നു. ഈ വാക്യം നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് വ്യഭിചാരിണികളായുള്ളവരെ എന്നാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് പോലെയുള്ള പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വ്യഭിചാര ബന്ധത്തെക്കുറിച്ച് അത് ഒരിക്കലും പാടില്ല. അതല്ല ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നത്. നിങ്ങൾ വ്യഭിചാരിയാണ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ദൈവത്തിൻ്റെ ഭാര്യയാണെന്ന് പറയുന്നു, യേശു മണവാളനാണെന്ന് പറയുന്നു, പക്ഷേ നിങ്ങൾ സ്നേഹിക്കുന്നത് ലോകത്തെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യേശു ഒരു അസാമാന്യമായ നിലയിൽ പൊസസീവായിട്ടുള്ള ഒരു ഹസ്ബൻഡാണ്. ആ ഹസ്ബൻഡിനെ വിട്ട് ലോകത്തെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് വേദപുസ്തകം ഇട്ടിരിക്കുന്ന പേര് വ്യഭിചാരി എന്നാണ്. കാരണം യേശുവാണ് എൻ്റെ ഭർത്താവ്. ആ യേശുവിനെ അല്ലാതെ ലോകത്തെ സ്നേഹിച്ചാൽ ഏത് രീതിയിലാണെങ്കിലും നമുക്കിന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്ത നിലയിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് മാമോനെ വേണമെന്ന് പറയുന്ന ഒരവസ്ഥ. ഇവിടെയും വല്ലതും ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ ബ്രദറെ? ഇവിടെയും വല്ലതും കഴിക്കുകയും കുടിക്കുകയും ഒക്കെ വേണം. അത് വേണ്ടെന്നൊന്നും ആരും പറഞ്ഞില്ലല്ലോ. പക്ഷേ ഇവിടെ വേണം. അത് എന്തിൻ്റെ എക്സ്പെൻസിലാകരുത്? അവിടെ ഉള്ളതിൻ്റെ എക്സ്പെൻസിലാകരുത്, നിത്യതയുടെ എക്സ്പെൻസിലാകരുത് ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുള്ളത്. സംതൃപ്തിയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. ലോകത്തെ സ്നേഹിക്കുന്നവൻ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നെന്നാണ് പറയുന്നത്. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പിൻ. എൻ്റെ ഹൃദയത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് നിത്യതയാകുമ്പോഴാണ്
ഞാൻ അവനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നത്, പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുന്നത്. എൻ്റെ ഹൃദയം മുഴുവൻ യേശു ആയിരിക്കണം. ഭൂമിയിലുള്ള കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ കുത്തി നിറച്ചാൽ ഞാൻ വ്യഭിചാരിണിയാവുകയാണ്. ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായിത്തീരുന്നു എന്നാണ്. അങ്ങനെ പറഞ്ഞാൽ ഇന്നിപ്പം വന്ന് നല്ലൊരു ശതമാനം ആളുകളും ദൈവത്തിൻ്റെ ശത്രുക്കളാണ്. സഭായോഗത്തിന് വരുമെന്നുള്ളതേ ഉള്ളൂ. കാര്യം ലോകവും വേണം ദൈവവും വേണം എന്ന് പറയുന്നവൻ ദൈവത്തിൻ്റെ ശത്രുവാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളെ ദൈവം വിളിച്ചത് യേശുവിനെ മാത്രം സ്നേഹിക്കാനാണ്. വേറെ ഒന്നിനെയും സ്നേഹിക്കാതെ യേശുവിനെ മാത്രം സ്നേഹിക്കുവാൻ. നമ്മളെ എന്തിനാണ് ദൈവം തെരഞ്ഞെടുത്തത്? യേശുവിനെ മാത്രം സ്നേഹിക്കുവാൻ. നമ്മളെ നിക്ഷേപമായിട്ട് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അവനായി വിളിച്ചിരിക്കുകയാണ്, അവനായി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. യേശു എൻ്റെയാണ് എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. പക്ഷേ ഞാൻ യേശുവിൻ്റേതുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവൻ എന്നെ തെരഞ്ഞെടുത്തു. അവൻ എന്നെ തെരഞ്ഞെടുത്തുവെങ്കിൽ അത് വലിയ ഉത്തരവാദിത്തമാണ്. വലിയ ഉത്തരവാദിത്തമാണ് അവൻ എന്നെ തെരഞ്ഞെടുത്തു എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മളെ മുൻനിയമിച്ചത് എന്തിനാണെന്ന് റോമാലേഖനം 8-29 പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ അവൻ നമ്മെ മുൻനിയമിച്ചുമിരിക്കുന്നു. നമ്മൾ തെരഞ്ഞെടുപ്പ് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ മുൻ നിയമനം എന്തിനു വേണ്ടിയാണ്? അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാനാണ്. ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന എന്തിനു വേണ്ടിയാണ്? എന്തിനാണ് ദൈവം എന്നെ തിരഞ്ഞെടുത്തത്? വല്ല വിധേനയും യേശുവിനെ പോലെ ആകാനാണ്. ഓരോ ദിവസങ്ങളിലും ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഞാൻ ഇന്ന് യേശുവിനോട് എത്രത്തോളം അനുരൂപത പ്രാപിച്ചിട്ടുണ്ട്? യേശുവിൻ്റെ സ്വഭാവത്തോട് ഞാൻ എത്രത്തോളം അനുരൂപത പ്രാപിച്ചിട്ടുണ്ട്? അത് നമ്മൾ ചോദിക്കേണ്ടതായ ഒരു ചോദ്യമാണ്. ഇനി വീണ്ടും ഉണ്ട്, എന്നെ തെരഞ്ഞെടുത്തത് ഒന്ന് അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ, അവനെ മാത്രം സ്നേഹിക്കുവാൻ, അവനെ മാത്രം പിൻപറ്റുവാൻ, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ അവനെ സ്നേഹിക്കുവാൻ ആണ് അവൻ എന്നെ തിരഞ്ഞെടുത്തത്. എന്നാൽ ഒരു ഭാഗം കൂടെ ഞാൻ പെട്ടെന്ന് പറയാം. യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ വായിച്ച കാര്യമുണ്ടല്ലോ, വായിച്ചിരിക്കുന്നത് അതിൻ്റെ 15-ാം അധ്യായത്തിൽ. യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ വായിച്ച ഒരു വേദഭാഗമാണ്. 15-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം: ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്നല്ല, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നു. എന്തിനാണ് നമ്മളെ ലോകത്തിൽ തന്നെ ആക്കി വച്ചിരിക്കുന്നത്? പോയി ഫലം കായ്ക്കേണ്ടതിന്. സുവിശേഷ വേലയാണ് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഈ അധ്യായം മൊത്തം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരു മുന്തിരിയുടെ കൊമ്പിലുണ്ടാകുന്ന ഫലം ആരുടെ ഫലമാണ്? മുന്തിരിയുടെ ഫലമാണ്. മുന്തിരിയുടെ ഫലമാണ്. മുന്തിരിയുടെ കൊമ്പ് കായ്ച്ചാൽ നമ്മൾ ആരും പറയത്തില്ല കൊമ്പ് കായ്ച്ചെന്ന്, മുന്തിരി കായ്ച്ചെന്നാണ് നമ്മൾ പറയുന്നത്. ഇതുപോലെ യേശുവിൽ വസിക്കുന്ന ഒരു വ്യക്തി, അവനിൽ കായ്ക്കുന്ന ഫലം ആരുടെ ഫലമായിരിക്കും? യേശുവിൻ്റെ ഫലമായിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. ആ യേശുവിൻ്റെ ഫലം ഞാൻ സഭയ്ക്കുള്ളിൽ മാത്രം കായ്ച്ചാൽ പോരാ. എന്ത് ചെയ്യണം? പോയി ഫലം കായ്ക്കേണ്ടതിന്, മറ്റുള്ളവരുടെ അടുത്തേക്ക് ചെന്ന് യേശുവിൻ്റെ ഫലം അവർക്ക് കാണിച്ചു കൊടുക്കുന്ന, അതിനുവേണ്ടിയാണ് അവൻ നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് അവൻ നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ, ഞാൻ വളരെ സ്പീഡിൽ പോവുകയാണ്.
അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. അവൻ നമ്മളെ സ്നേഹിച്ചു, അവൻ നമ്മളെ തിരഞ്ഞെടുത്തു. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. അവൻ നമ്മളെ സ്നേഹിച്ചു, അവൻ നമ്മളെ തിരഞ്ഞെടുത്തു. നമ്മളെ സ്നേഹിച്ചത് എന്ത് സ്നേഹത്താലാണ് നമ്മൾ കണ്ടു? നിത്യസ്നേഹത്താൽ, മഹാസ്നേഹത്താൽ. അതിൻ്റെ പ്രതിഫലനമെല്ലാം എങ്ങനെ അത് ദൈവം പ്രതിഫലിപ്പിച്ചു എന്നെല്ലാം നമ്മൾ കണ്ടു. ആ സ്നേഹത്തോടുള്ള നമ്മുടെ റെസ്പോൺസ് എന്താണ്? അവൻ നമ്മളെ വിളിച്ചു, വേർതിരിച്ചു, തെരഞ്ഞെടുത്തു. നമ്മുടെ തെരഞ്ഞെടുപ്പ് നമ്മൾ ഉറപ്പാക്കിക്കൊള്ളുവിൻ. എന്തിനാ തെരഞ്ഞെടുത്തത്? നമ്മളെ തെരഞ്ഞെടുത്തത് അവനായിട്ടാണ്, അവന് വേണ്ടിയാണ്. അവൻ്റെ ഉടമസ്ഥൻ അവനാണ്. യേശു എൻ്റെ ഭർത്താവാണ്. പൊസസീവായിട്ടുള്ള ഒരു ഹസ്ബൻഡാണ് എനിക്കുള്ളത്. അതാ യേശു. ഞാൻ അല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഗ്രഹങ്ങളുടെ പുറകെ പോകുന്ന കാര്യമൊന്നുമല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ അല്ലാതെ എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കണം, പണം എൻ്റെ ദൈവമാകരുത്, പഠിത്തം എൻ്റെ ദൈവമാകരുത്, ലോകം എൻ്റെ ദൈവമാകരുത്, ഭൂമിയിലുള്ളതൊന്നും എൻ്റെ ദൈവമാകരുത്. എനിക്കൊരു ദൈവമേ ഉള്ളൂ, അത് യേശുവാണ്. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ അങ്ങനെ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നമ്മളെ തിരഞ്ഞെടുത്തു, ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. ലോകത്തിലേക്ക് നമ്മളെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ലോകത്തിലേക്ക് പറഞ്ഞു വിട്ടപ്പോൾ നമ്മളവിടെ പോയി ഫലം കായ്ക്കേണ്ടതിന് നമ്മളെ അവൻ വിളിച്ച് ആക്കിയിരിക്കുന്നു. 1 പത്രോസ് 2:9 കൂടെ വായിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് അവൻ നമ്മളെ വിളിച്ചു. ഒരിക്കൽ നമ്മൾ അന്ധകാരത്തിലായിരുന്നു, നമ്മളെ അവൻ തിരഞ്ഞെടുത്തു. നമ്മൾ ലൗകികരായിരുന്നു. ഇപ്പം നമ്മൾ ലൗകികരല്ല. നമ്മളെ അവൻ പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് തിരിച്ച് ഈ അന്ധകാരത്തിലേക്ക് തന്നെ നമ്മളെ പറഞ്ഞു വിടുകയാണ്, ഈ ഭൂമിയിലേക്ക്, ഈ ലോകത്തിലേക്ക്. എന്തിനു വേണ്ടിയാണ്? നമ്മളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം. അതിനുവേണ്ടി നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. വിശുദ്ധിക്ക് വേണ്ടി നമ്മളെ വിളിച്ചിരിക്കുന്നു, തെരഞ്ഞെടുത്തിരിക്കുന്നു. വേർപാടിന് വേണ്ടി വിളിച്ചിരിക്കുന്നു, തെരഞ്ഞെടുത്തിരിക്കുന്നു. അതെല്ലാം നമ്മൾ കണ്ട കാര്യമാണ്. നമ്മളെ വിശുദ്ധരും നിഷ്കളങ്കരുമാകുവാനാണ് അവൻ തെരഞ്ഞെടുത്തത്. ആ വിശുദ്ധിയും നിഷ്കളങ്കതയും സൂക്ഷിക്കുമ്പോൾ തന്നെ എൻ്റെ ചുറ്റുമുള്ളവരെ കുറിച്ചുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. എൻ്റെ ഭർത്താവിനെ മാത്രം സ്നേഹിച്ച്, വളരെ പോസസീവായിട്ടുള്ള ഒരു കർത്താവാ നിങ്ങൾക്കുള്ളത്. മറ്റൊന്നും സഹിക്കാത്ത ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകും. ലോകത്തെ സ്നേഹിക്കാതെ പൂർണ്ണമായും, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ യേശുവിനെ മാത്രം സ്നേഹിച്ച് ജീവിക്കുകയും അവൻ്റെ സൽഗുണങ്ങളെ മറ്റുള്ളവർക്ക് പ്രഘോഷിക്കുകയും അവൻ്റെ ഫലം മറ്റുള്ളവർക്ക് കിട്ടത്തക്ക നിലയിൽ അവരുടെ ഇടയിലേക്ക് പോയി ഫലം കായ്ക്കുകയും ചെയ്യുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു.